സ്കൂൾ കായികമേളയിൽ ആദ്യമായി എത്തിയ ബോച്ച എന്ന് പറയുന്ന മത്സരം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബോച്ച എന്ന് പറയുന്ന മത്സരത്തെക്കുറിച്ച്? ഞാനും കേട്ടിട്ടില്ല. ബോച്ച എന്ന് പറയുന്ന വേറൊരാളെ നമുക്കറിയാം, അദ്ദേഹമല്ല. ഇത് ബോച്ച എന്ന് പറയുന്ന മത്സരമാണ്. അപ്പോൾ ആ മത്സരത്തിൽ താരമായത് കാസർഗോഡ് സ്വദേശിനി ദിയയാണ്. സ്വപ്ന സാഫല്യത്തിന്റെ വെളുത്ത പല്ലീനയിലേക്ക് വീൽ ചെയറിൽ ഇരുന്നാണ് ദിയ പന്തെറിഞ്ഞത്. പരിമിതികളിൽ തളരാത്ത ദിയമാരുടേത് കൂടിയാണ് 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ബോച്ചെ മത്സര ഇനത്തിൽ പങ്കെടുക്കാനെത്തിയതാണ് കാസർഗോഡ് സ്വദേശിനി ദിയ പി നമ്പ്യാർ. സെറിബ്രൽ പാൾസി ബാധിതയായ ദിയയ്ക്ക് സ്പോർട്സിനോട് വലിയ ഇഷ്ടമാണ്. എന്നാൽ ആദ്യമായാണ് ഒരു സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്നതെങ്കിലും അതിന്റെ അമ്പരപ്പായിരുന്നില്ല അവളുടെ മുഖത്ത്. ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ആനന്ദമായിരുന്നു. സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ള ബോച്ചെ മത്സരം പെൺകുട്ടികൾക്ക് മാത്രമായുള്ളതാണ്. പരിമിതികൾക്ക് നടുവിലും വീൽചെയറിലിരുന്ന് അവൾ സ്വപ്നങ്ങളിലേക്ക് പന്തെറിഞ്ഞു. സ്വപ്ന സാഫല്യമെന്നോണം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ദിയ പങ്കുവച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്റ്റേറ്റിൽ ഒരു സ്പോർട്സ് കളിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെ പോലത്തെ കുട്ടികൾക്ക് സ്റ്റേറ്റിലെ സ്പോർട്സ് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു പദ്ധതി കൊണ്ടുവന്നതിൽ അത് നമ്മളെ പോലത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉയർച്ചയിലെത്താൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന ദിയയുടെ അച്ഛൻ പ്രകാശും അമ്മ റോഷ്നിയും സഹോദരൻ സായി കൃഷ്ണയും അടങ്ങുന്ന കുടുംബം ദിയയുടെ സ്വപ്നങ്ങൾക്കൊപ്പമുണ്ട്. മാതാപിതാക്കൾക്ക് പുറമെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും പിന്തുണയാണ് ഇത്തരം കുട്ടികൾക്ക് ആവശ്യമെന്ന് അമ്മ റോഷ്നി. ഇപ്പം അമ്മമാരെ അച്ഛന്മാരെ സപ്പോർട്ട് മാത്രം പോരാ. അതിൻ്റെ ബാക്കിൽ അവൾ പഠിക്കുന്ന സ്ഥലമാവട്ടെ, ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ആൾക്കാരാവട്ടെ, എല്ലാ ഇതായ ഇങ്ങനത്തെ കുട്ടികളെ ഒരുപാട് മുമ്പിലോട്ട് കൊണ്ടുവരും. അല്ലാതെ ഇങ്ങനത്തെ മക്കളെ നമ്മളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ അതിനൊരു ഫലം ഉണ്ടാവില്ല. കാസർഗോഡ് GHSS ബല്ല ഈസ്റ്റ് +1 വിദ്യാർത്ഥിനിയാണ് ദിയ. പഠിക്കാൻ മിടുക്കിയായ ദിയ സിവിൽ സർവീസ് പരിശീലനത്തിനും പോകുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിവിൽ സർവീസ് ടാലൻസ് കോഴ്സ് പൂർത്തീകരിച്ചു. നിലവിൽ ഫൗണ്ടേഷൻ കോഴ്സ് പരിശീലനത്തിലാണ്. കോളേജ് അധ്യാപിക ആകണമെന്നതാണ് ദിയയുടെ ആഗ്രഹം. കരുത്തരുടേതാണ് കായികമേള. എന്നാൽ കരുത്തരുടേതു മാത്രമല്ല, പരിമിതികളെ കരുത്താക്കി മാറ്റിയ അനേകരുടേതു കൂടിയാണ്. ക്യാമറ പേഴ്സൺ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്.